യുഎസിൽ ഉപരിപഠനം നടത്തുക എന്നത് ഒട്ടുമിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും വലിയൊരു സ്വപ്നമാണ്. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനൊടുവിൽ അവിടുത്തെ സർവകലാശാലകളിൽ പ്രവേശനം ലഭിച്ചാലും യുഎസ് വിസ ഇന്റർവ്യൂ എന്ന കടമ്പ കടക്കുക എന്നത് ഏറെ സമ്മർദ്ദമേറിയ ഒന്നാണ്. എന്നാൽ അടുത്തിടെ മുംബൈയിലെ യുഎസ് കോൺസുലേറ്റിൽ വിസ ഇന്റർവ്യൂവിന് ഹാജരായ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ അനുഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. മിഷിഗൺ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MS-ന് പ്രവേശനം ലഭിച്ച ഈ വിദ്യാർത്ഥിക്ക് വളരെ വിചിത്രമായ ചില ചോദ്യങ്ങൾക്ക് ശേഷമാണ് വിസ നിരസിക്കപ്പെട്ടത്. ഇന്റർവ്യൂവിൽ വിസ ഓഫീസർ ചോദിച്ച വംശീയതയെക്കുറിച്ചുള്ള ചോദ്യവും ഒപ്പം മികച്ച യോഗ്യതയുള്ള മറ്റ് പല വിദ്യാർത്ഥികൾക്കും അതേ ദിവസം വിസ നിഷേധിക്കപ്പെട്ടതുമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്കയും ചർച്ചയും ഉണ്ടാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? വിസ ഓഫീസറെ പ്രകോപിപ്പിച്ചത് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഈ സംഭവം എവിടെയാണ് നടന്നത്, ഏത് വിദ്യാർത്ഥിക്കാണ് വിസ നിഷേധിക്കപ്പെട്ടത് എന്ന് ആദ്യമേ നമുക്കൊന്ന് നോക്കാം. മുംബൈയിലെ US കോൺസുലേറ്റിൽ വിസ ഇന്റർവ്യൂവിന് ഹാജരായ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്കാണ് ഈ അനുഭവം ഉണ്ടായത്. ഇന്ത്യയിൽ നിന്നും ബയോ എഞ്ചിനീയറിംഗിൽ ബാച്ചിലേഴ്സ് ബിരുദം പൂർത്തിയാക്കിയ ഈ വിദ്യാർത്ഥിക്ക് അമേരിക്കയിലെ പ്രശസ്തമായ മിഷിഗൺ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MS ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് പ്രവേശനം ലഭിച്ചിരുന്നു. ഇന്റർവ്യൂവിന് ശേഷം തന്റെ അനുഭവം ഈ വിദ്യാർത്ഥി റെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചതോടെയാണ് ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ചർച്ചയായത്. വിസ ഇന്റർവ്യൂ നടന്ന ദിവസം കോൺസുലേറ്റിലെ സാഹചര്യം ഭയാനകമായിരുന്നു എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. അന്ന് വിസ ഇന്റർവ്യൂവിനെത്തിയ നിരവധി വിദ്യാർത്ഥികൾക്ക് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടേറിയ ദിവസമായിരുന്നു എന്നും അപേക്ഷകൻ പറയുന്നു. കോൺസുലേറ്റ് സെന്റർ മുഴുവൻ കനത്ത തിരക്കിലായിരുന്നു. അപേക്ഷകരുടെ വിരലടയാളം എടുക്കുന്ന പ്രക്രിയ പൂർണ്ണമായും പൂർത്തിയായ ശേഷമാണ് ഇന്റർവ്യൂ ആരംഭിച്ചത്. തന്റെ അപ്പോയിന്റ്മെന്റ് നിശ്ചയിച്ച സമയത്തേക്കാൾ വൈകി. ഏകദേശം രാവിലെ 10:30 ഇന്റർവ്യൂ ആരംഭിച്ചതെന്നും അന്ന് ആ ബാച്ചിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരുടെയും ഭാഗ്യം മോശമായിരുന്നു എന്നും വിദ്യാർത്ഥി പറയുന്നു. വിസ ഓഫീസറുടെ പെരുമാറ്റം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കാം. ഇന്റർവ്യൂ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമാണ് നീണ്ടു നിന്നത്. കൗണ്ടറിലേക്ക് എത്തിയ ഉടൻ തന്നെ വിസ ഓഫീസർ വളരെ വേഗത്തിൽ എനിക്ക് നിങ്ങളുടെ പാസ്പോർട്ട് തരൂ എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഓഫീസറെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ പോലും തനിക്ക് അവസരം ലഭിച്ചില്ലെന്ന് വിദ്യാർത്ഥി പോസ്റ്റിൽ കുറിച്ചു. അതിനുശേഷമാണ് വളരെ പരിമിതമായ ചില ചോദ്യങ്ങളിലേക്ക് ഓഫീസർ കടന്നത് എന്നും വിദ്യാർത്ഥി പറഞ്ഞു. ചർച്ചകൾക്ക് വഴിവെച്ച വംശീയതയെക്കുറിച്ചുള്ള ചോദ്യം എന്തായിരുന്നു എന്നും അതിന് വിദ്യാർത്ഥി നൽകിയ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്റർവ്യൂവിനിടയിൽ വിസ ഓഫീസർ അപേക്ഷകനോട് വളരെ നേരിട്ടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങളോ വംശീയതയോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ ഇത്തരം വെല്ലുവിളികൾ വീണ്ടും നേരിടേണ്ടി വരുമെന്ന് കരുതുന്നുണ്ടോ എന്നതായിരുന്നു ആ ചോദ്യം. ഇതിന് വിദ്യാർത്ഥി വളരെ ലളിതമായി ഇല്ല സാർ എന്ന 2 ചോദ്യങ്ങൾക്കും മറുപടി നൽകി. അതിനുശേഷമാണ് ഫോം I-20 കാണിക്കാൻ ഓഫീസർ ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് മിഷിഗൺ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്തത് എന്നതായിരുന്നു അടുത്ത ചോദ്യം. അതിന് ആ സ്ഥാപനത്തിന്റെ അക്കാദമിക് മികവിനെ കുറിച്ച് വിദ്യാർത്ഥി വിവരിക്കാൻ തുടങ്ങി. മിഷിഗൺ ടെക് ഒരു പ്രമുഖ R1 റേറ്റിംഗ് ഉള്ള റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ്. അവർ മികച്ച മെഡിക്കൽ ഡിവൈസ് പരിശീലനം നൽകുന്നുണ്ട് എന്നും പറഞ്ഞു. പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഓഫീസർ വിദ്യാർത്ഥിയെ തടയുകയും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയും ചെയ്തു. എത്ര യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷിച്ചു എന്നതായിരുന്നു അടുത്ത ചോദ്യം. അതിന് താൻ 5 സർവകലാശാലകളിൽ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥി മറുപടി നൽകി. ഈ മറുപടിയാണ് വിസ ഓഫീസറെ പ്രകോപിപ്പിച്ചത്, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കിയത് എന്ന് റെഡിറ്റിലെ മറ്റ് ഉപയോക്താക്കൾ വിലയിരുത്തുന്നു. കാരണം ഈ ലിസ്റ്റിൽ Tier 1 മുതൽ Tier 3 വരെയുള്ള, അതായത് വിവിധ റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടുന്നു. വളരെ ഉയർന്ന റാങ്കുള്ള യേൽ, ജോൺസ് ഹോപ്പിൻസ് എന്നിവയ്ക്കൊപ്പം മിഷിഗൺ ടെക് പോലെയുള്ളവ ചേർത്തത് കാണുമ്പോൾ കൃത്യമായ അക്കാദമിക് ലക്ഷ്യത്തോടെയല്ല, മറിച്ച് ഏതു വിധേനയും US-ൽ പ്രവേശിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അപേക്ഷകൻ യൂണിവേഴ്സിറ്റികൾ തെരഞ്ഞെടുത്തത് എന്നൊരു ധാരണ വിസ ഓഫീസർക്ക് ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് ഒരു ഉപഭോക്താവിന്റെ കമന്റ്. ഏത് നിയമപ്രകാരമാണ് വിസ നിരസിക്കപ്പെട്ടത്? എന്താണ് ഈ നിയമം വ്യക്തമാക്കുന്നത് എന്ന് നോക്കാം. US ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ 214B പ്രകാരമാണ് വിദ്യാർത്ഥിക്ക് വിസ നിഷേധിച്ചുകൊണ്ടുള്ള നോട്ടീസ് ലഭിച്ചത്. സാധാരണയായി നോൺ ഇമിഗ്രന്റ് വിസ അപേക്ഷകളിൽ അപേക്ഷകർക്ക് ആവശ്യമായ യോഗ്യതകൾ ഇല്ലെന്ന് തോന്നുകയോ അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അവർ സ്വന്തം നാട്ടിലേക്ക് തന്നെ മടങ്ങി വരും എന്ന് കോൺസുലാർ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വരികയോ ചെയ്യുമ്പോഴാണ് ഈ വകുപ്പ് പ്രകാരം വിസ നിരസിക്കുന്നത്.
തന്റെ ഇന്റർവ്യൂ നടന്ന അതേ കൗണ്ടറിൽ തനിക്ക് മുന്നിലും പിന്നിലും നിന്ന വിദ്യാർത്ഥികൾക്കും വിസ നിരസിക്കപ്പെട്ടു എന്ന് അപേക്ഷകൻ വ്യക്തമാക്കുന്നു. അതിൽ ചിലർ ഉയർന്ന യോഗ്യതകൾ ഉണ്ടായിരുന്നു എന്നും അവർ യുഎസിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിച്ചവരായിരുന്നു എന്നും വിദ്യാർത്ഥി പറഞ്ഞു. മറ്റു വിദ്യാർത്ഥികളുടെ സമാനമായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഈ പോസ്റ്റിന് താഴെ മറ്റൊരു വിദ്യാർത്ഥി ജൂൺ 8 ഇതേ മുംബൈ കോൺസുലേറ്റിൽ നടന്ന തന്റെ വ്യത്യസ്തമായ അനുഭവം പങ്കുവച്ചു. യുഎസിലെ ഒരു പ്രമുഖ സർവകലാശാലയിൽ ഫുൾ സ്കോളർഷിപ്പുള്ള വിദ്യാർത്ഥിക്ക് വിസ നിഷേധിച്ചത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് ഈ യൂസർ പറഞ്ഞു. പൂർണ്ണമായും ഫണ്ടിംഗ് ലഭിച്ച ഒരു മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയായ തന്നോട് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച ഉടൻ തന്നെ വിസ അനുവദിച്ചിരുന്നു എന്നാണ് ഈ ഉപഭോക്താവ് വ്യക്തമാക്കിയത്. അന്ന് ഒപ്പമുണ്ടായിരുന്ന പലരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നും ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു. യുഎസ് വിസ ലഭിക്കുക എന്നത് കേവലം മികച്ച മാർക്കോ വലിയ സർവകലാശാലകളിലെ പ്രവേശനമോ മാത്രം നോക്കിയല്ല, മറിച്ച് ഇന്റർവ്യൂവിലെ ഓരോ ചെറിയ മറുപടിയും നിർണായകമാണ് എന്നാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വംശീയതയെക്കുറിച്ചുള്ള വിസ ഓഫീസറുടെ ചോദ്യവും യൂണിവേഴ്സിറ്റികളുടെ തെരഞ്ഞെടുപ്പും ഇതിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നത് ചർച്ചാ വിഷയമാണ്.